ഇതാണ് തിരുമലൈ നായ്ക്കാർ മഹൽ. 17th സെഞ്ചുറിയിൽ, കൃത്യം പറഞ്ഞാൽ നമ്മൾ 1636-ൽ തിരുമലൈ നായക് എന്ന് പറഞ്ഞ രാജാവ് മധുരയിൽ നിർമ്മിച്ച ഏറ്റവും വലിയൊരു കൊട്ടാരമാണ്. പുള്ളി ഇത് നിർമ്മിക്കുമ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കൊട്ടാരമായിരിക്കണമെന്ന് പുള്ളിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉൾവശം അന്നുണ്ടായിരുന്ന കൊട്ടാരങ്ങളെക്കാളും വളരെ നന്നായിട്ടാണ് അലങ്കരിച്ചിരുന്നത്. ദ്രാവിഡിയൻ ഗോത്രവർഗത്തിന്റെയും ഇസ്ലാമിക് സ്റ്റൈലിന്റെയും ഒരു കമ്പാനിയനായിട്ടാണ് ഇതിന്റെ ആർക്കിടെക്ചർ മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 248 പില്ലേഴ്സ് കൊണ്ട് അലങ്കരിച്ച ഈ കൊട്ടാരം ഉള്ളിൽ നിന്ന് കാണാൻ വളരെ ഭംഗിയാണ്. പിൽക്കാലത്ത് രാജാവിന്റെ കൊച്ചുമകൻ ഇതിലെ പല ഭാഗങ്ങളും പൊളിച്ചു മാറ്റുകയും വിലപിടിപ്പുള്ള പല സാധനങ്ങളും മറ്റു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും പണ്ട് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും ഇപ്പോഴും ആ കൊട്ടാരത്തിൽ തന്നെ ഉണ്ട്. ഇത് പോയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടുത്തെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. എൻട്രി ഫീസ് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. രാജാവ് മുമ്പ് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും ഇപ്പോഴും മ്യൂസിയത്തിൽ തന്നെ ഉണ്ട്. സമയമില്ലാത്തത് കാരണമാണ് അങ്ങോട്ട് പോവാനോ വിഷ്വൽസ് എടുക്കാനോ പറ്റാതെ പോയത്. അതുപോലെ തന്നെ കൊട്ടാരത്തിലെ നടുമുറ്റത്തിരിക്കുന്ന കുറച്ച് സ്പീക്കറുകൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് അതവിടെ രാത്രി മ്യൂസിക് ഷോ ഉണ്ടെന്നുള്ള കാര്യങ്ങളും അറിയാൻ സാധിച്ചത്. എന്തായാലും അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടുത്തെ മനോഹരമായ ഇന്റീരിയറിന്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.